ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. പിന്നെ എങ്ങനെയൊക്കെയുണ്ട് വൈവാഹിക ജീവിതമൊക്കെ? പരമബോർ. രതിയുടെ പ്രകൃതത്തിന് പറ്റിയതല്ല ഈ വിവാഹം. ശരിയാണ്. ഒരു കാമ്പോസ് തരൂ. രതി ഇതൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. ആവശ്യമുണ്ട്, ഒരെണ്ണം തരൂ. കഥ കടയ്ക്കണ്ട. തലവേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതാ. സോറി, വല്ലാതെ ഉറങ്ങിപ്പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. രതിക്കാണ് അവാർഡ്. റിയലി? ഇതാ പേപ്പറിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഉണരുമ്പോ പറഞ്ഞേക്ക്. ഞാൻ പോട്ടെ. സാറ് കണ്ടില്ലല്ലോ, രതി സ്റ്റേജിൽ കയറി പരിപാടി തീരുന്നവരെ ഒരൊറ്റ മനുഷ്യൻ തലതിരിച്ചിട്ടില്ല. അല്ല, നേരത്തെ എനിക്കറിയാം ഫസ്റ്റ് പ്രൈസ് രതിക്കാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വിടാൻ പോകുന്നു. പ്രൈസും കൊണ്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഏതാ ചെറുക്കൻ? എന്റെ ഡാൻസ് മാസ്റ്റർ റെക്കമെൻഡ് ചെയ്ത ഒരു മേക്കപ്പ് മാൻ ആണ്. ഓഹോ, ഇതിന് സ്ഥിരമായിട്ട് വെക്കാൻ പോവുകയാണോ? അതെ, അല്ലെങ്കിൽ പിന്നെ ഓരോ പെർഫോമൻസ് സമയത്തും ആളെ അന്വേഷിക്കണ്ടേ. രാജന്റെ ലീവ് കഴിഞ്ഞു. നാളെ പോവും. രതി എന്റെ കൂടെ വന്നാൽ മതി. ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ ഏറ്റു. അതിനുവേണ്ടി ഏർപ്പാടുകൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വരട്ടെ. എത്തിയാൽ ഉടനെ കത്തയക്കണം. ശരി. കാറിങ് നേരത്തെ അയക്കണം, ഞങ്ങൾക്ക് റിഹേഴ്സലിന് പോണം. രതി, ഞാനൊന്നും പറയുന്നില്ല.
ഞാൻ പോട്ടെ, മറ്റന്നാ വരാം. വേണ്ട, നീ വാ. ഇന്ന് ചേച്ചിക്ക് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ. വാടാ. എന്നാ ഞാൻ വരാം. വേണു, എന്താ ചേച്ചി? ഈ കഥ പടക്കി. ദേ, ഈ എണ്ണ ഒന്ന് കാലെ പുരട്ടിത്ത. ഡാൻസിന് പോയപ്പോഴേ എന്റെ കാലുളുക്കി. ഇതാ. എന്താ ഇതിന്റെ അർത്ഥം? എണ്ണ തടവി തരാൻ ഇവിടെ ജോലിക്കാരികളില്ലേ? അങ്കിൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ശരി, നീ ഇന്നൊരു ഭാര്യയാണ്. നല്ലൊരു ജീവിതം തകർക്കരുത്. അങ്കിൾ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഐ കാണ്ട് ഹെൽപ്പ് ഇറ്റ് അങ്കിൾ, കാണ്ട് ഹെൽപ്പ് ഇറ്റ്. ഹലോ. മുരളിയാണോ? അതെ. രതി എവിടെ? വിളിക്കൂ. ആ, വിളിക്കാം. ഏയ് രതി, രതി. അമ്മ. ഹലോ. ആര്? രതിയാണോ? അതെ. രതി, രാജൻ വന്നിട്ടുണ്ട്. നീ ഇന്ന് തന്നെ പുറത്തു വരണം. രാജൻ അറിയാതെയാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. രാജൻ വീട്ടിൽ വന്നിട്ടുണ്ട്. പുറപ്പെട്ടുകളെ. ഞങ്ങൾ ഇന്ന് തന്നെ പുറപ്പെടാം. ശരി. സാർ, ചായ. ഇതൊന്നും പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ലല്ലോ. സ്നേഹമുള്ളവർക്ക് പൊട്ടിച്ചു നോക്കണോ വിവരമറിയാൻ? ഹലോ, സുഖം തന്നെ? പരമസുഖം. ഒരു കത്തിന് പോലും മറുപടി കണ്ടില്ല. മറുപടി അയച്ചില്ല. ഒരെഴുത്തെങ്കിലും വായിച്ചു നോക്കാമായിരുന്നു. ഞാൻ തിരക്കിലായിരുന്നു. ദേ, എന്നെ ഉണർത്തരുത്. നിന്റെ ഇഷ്ടത്തിനൊന്നും ഞാൻ എതിരല്ല. എനിക്ക് നിന്നെ കാണുമ്പോ ഒരുതരം ഭ്രാന്താണ്. ഒരു രാത്രി മുഴുവൻ ആ ഭ്രാന്ത് നിലനിർത്താൻ കഴിയുമോ? Come on, night is getting cold. യു ആർ ഗെറ്റിംഗ് ഓൾഡ്. എന്നാലും രതി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മുരളിയുടെ ഈ വരവും പോക്കും ശ്രീമാൻ രാജശേഖരൻ നായർക്ക് പിടിച്ചില്ലായിരിക്കും. അതെ, പിടിച്ചില്ലെങ്കിലേ എനിക്കൊരു ചുക്കുമില്ല. എനിക്കുണ്ട്. മുരളി മേലാൽ ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞാലോ? എനിക്കൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വെച്ച് കാണുന്നത് അമ്മയ്ക്ക് അസൗകര്യമാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി കണ്ടോളാം.